കാലചക്രം ആണോ? കാലചക്രം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമൻ തന്റെ വാസസ്ഥലത്തെത്തി എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ്. നൂറ്റാണ്ടുകളായി കാണിച്ച ക്ഷമയ്ക്കും ത്യാഗങ്ങൾക്കും ഒടുവിൽ ശ്രീരാമൻ എത്തി എന്നതാണ് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമല്ല. പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമായി തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ്. ടുഡേ അവർ റാം ഹാസ് അറൈവ്ഡ്, അതേക്കുറിച്ചാണല്ലോ താങ്കൾ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ശ്രീരാമന്റെ തിരിച്ചുവരവ്, അയോധ്യയിലേക്കുള്ള രാംലല്ല പ്രതിഷ്ഠാ ദിനം, അത് ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു തീയതിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കാലചക്രം എന്ന വാക്ക് അവിടെ പ്രധാനമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്കിൽ മാത്രം ചുറ്റിത്തിരിയാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവന്റിലേക്ക് വരാമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഒരു ഇവന്റായി മാറുകയായിരുന്നു അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്. നമ്മളടക്കമുള്ള മാധ്യമങ്ങളെല്ലാം താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും അത് തത്സമയം നൽകേണ്ടി വന്നു എന്നത് ഒരു വസ്തുതയാണ്. അതായത് ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് തത്സമയം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാം ആയെങ്കെ എന്ന് തലക്കെട്ടിട്ട ഇന്ത്യ ടുഡേ ആണ് ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത്. കാരണം അന്ന് തർക്കമന്ദിരം പൊളിക്കുമ്പോൾ നേഷൻസ് ഷെയിം എന്ന് തലക്കിട്ട ഇന്ത്യ ടുഡേയുടെ ഇഷ്യൂ അത് ഞാൻ പിന്നീടാണ് വായിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഇറങ്ങിയ സമയത്തല്ല വായിച്ചിട്ടുള്ളത്. പക്ഷേ നേഷൻസ് ഷെയിം എന്നായിരുന്നു അന്ന് ഇന്ത്യ ടുഡേയുടെ തലക്കെട്ട്. പക്ഷേ ഇന്ത്യ ടുഡേ വർഷങ്ങൾ കഴിയുമ്പോൾ അന്നിട്ട ആ തലക്കെട്ടിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നിട്ടിരിക്കുന്ന തലക്കെട്ട് രാം ആയെങ്കെ എന്നാണ്. ആ ഒരു തലക്കെട്ടോടു കൂടിയാണ് ഇന്ത്യ ടുഡേയുടെ സംപ്രേഷണം ഇന്ന് പോയത്. ഞാൻ മറ്റു മാധ്യമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു കൃത്യമായും അങ്ങനെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു എന്നൊരു മറുവാദത്തിന് അവിടെ സ്പേസ് ഉണ്ടാകുമല്ലോ. ഗ്രാൻഡ് സെലിബ്രേഷൻ ഓഫ് ഇന്ത്യ, ഡിവൈൻ അയോധ്യ, റിട്ടേൺ ഓഫ് രാം മന്ദിർ ഫോർ ഇന്ത്യ, എ വെയിറ്റ് ഫോർ 5 centuries, വേവ് ഓഫ് ഡിവോഷൻ അക്രോസ് നേഷൻ എന്നിങ്ങനെ പോകുന്നു പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. നാളെ ഇറങ്ങാൻ പോകുന്ന പത്രങ്ങളിലും ഈ തലക്കെട്ടുകളൊക്കെ തന്നെയായിരിക്കും ഇടം പിടിക്കുന്നത്. അതായത് ഇത്രയും കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആഖ്യാനങ്ങൾക്കെല്ലാം മറ്റൊരു ആഖ്യാനത്തിലേക്ക് ഇന്നെത്തുന്നു. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ആ വാക്ക്, കാലചക്രം എന്ന വാക്ക്, ഇതുമായി ചേർത്ത് വായിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അയോധ്യയിലേക്ക് ശ്രീരാമൻ തിരിച്ചു വരുമ്പോൾ, പുതിയതായി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുമ്പോൾ, ആ ക്ഷേത്രത്തെ വിമർശിച്ചിരുന്നവർ, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ വിമർശിച്ചിരുന്നവർ, ക്ഷേത്രമല്ല അവിടെ പണിയേണ്ടിയിരുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ, അവരെല്ലാം തിരുത്തുന്ന ഒരു കാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഒരു പുതിയ കാലത്തേക്ക് കാലചക്രം ഉരുണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് അയോധ്യയിൽ നിന്ന്, അതിന്റെ തത്സമയ സംപ്രേഷണ വേളയിൽ ഉണ്ടായ ആഖ്യാനങ്ങളിൽ നിന്നൊക്കെ മിക്കവാറും ആളുകൾക്ക് ബോധ്യപ്പെടാത്ത കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാകാം. പിന്നെ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ, ശ്രീരാമന്റെ കാലചക്രത്തിലെ മാറ്റം അല്ലെങ്കിൽ പുതിയ കാലം കാണുന്നു എന്ന് പറയുമ്പോൾ ആ കാലം എന്താണ് എന്നത് കൂടി പറയണം. അതൊരു വികസിത രാജ്യം എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ കുതിപ്പാണ് പ്രധാനമന്ത്രി അവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള യുഗങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കോ ഒന്നുമല്ല. അങ്ങനെ ആക്കി തീർക്കാൻ, അങ്ങനെയുള്ള ആഖ്യാനങ്ങൾ ശ്രമിക്കുന്നവരോട് സഹതപിക്കുകയല്ലാതെ നിവൃത്തിയുമില്ല. ഇവിടെ ശ്രീരാമന്റെ ക്ഷമയും ദീർഘകാല ദർശനവും, പശ്ചാത്താപത്തിന് പകരം പരിഹാരം കൃത്യമായി കണ്ടെത്തുന്ന ഭരണശൈലി, ധൈര്യത്തിൽ ഊന്നിക്കൊണ്ട് ധൈര്യം എന്ന ശക്തിയിൽ പിടിച്ചുകൊണ്ടുള്ള ഭരണ നൈപുണ്യം, അതോടൊപ്പം തന്നെ ശ്രീരാമൻ തന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തിയിരുന്ന അച്ചടക്കം, നീതി ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, അതൊക്കെ തുടരുമെന്നൊരു വാഗ്ദാനം ഒരു ഭരണാധികാരിയിൽ നിന്ന് രാമൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകുമ്പോൾ അതിന് തന്നെയാണ് ഇന്നത്തെ ദിവസം പ്രാധാന്യം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, തിന്മയ്ക്ക് മേൽ നന്മയുടെ ജയം ഉണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം തന്ന ഒരു കഥാപാത്രം തന്നെയാണ് ശ്രീരാമൻ എന്നുള്ളത് എൻ്റെ കൂടി വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് എമർജൻസ് ഓഫ് എ ഗ്രാൻഡ് ഇന്ത്യ, എ ഡെവലപ്ഡ് ഇന്ത്യ. അപ്പോൾ ഒരു വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് തന്നെയാണ് കാലചക്രം, പുതിയ ഒരു കാലചക്രം എന്നതിലൂടെയൊക്കെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ റാം ഈസ് എനർജി നോട്ട് ഫയർ, അതായത് തർക്കമല്ല പരിഹാരമാണ്, എല്ലാത്തിൻ്റെയും പരിഹാരത്തിലേക്ക് എത്തുക എന്നതാണല്ലോ ആത്യന്തികമായി വേണ്ടത്. വീണ്ടും തർക്കത്തെക്കുറിച്ച് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ള ആഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടേതായ ഒരു വിഷൻ, ഇന്ത്യയുടേതായ ഒരു ഫിലോസഫി, ഇന്ത്യയുടേതായ ഒരു ഡയറക്ഷൻ, അത് ഒരു പുതിയ ലോകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ പോകണം എന്നുള്ളതാണ് ഈ ലോകക്രമം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇന്ന് ചടങ്ങിൽ പങ്കെടുത്ത RSSന്റെ സർസംഘചാലക മോഹൻ ഭഗവതം പറഞ്ഞത് അതുതന്നെയാണ്. ഇന്ത്യ ലോകത്തെ മുഴുവൻ ക്രൈസിസിൽ സഹായിക്കുന്ന ഒരു രാജ്യമായി മാറുന്ന ഒരു കാലഘട്ടം, അതാണ് ഈ കാലചക്രം എന്നതുകൊണ്ട് അവർ രണ്ടുപേരും ഉദ്ദേശിച്ചത് എന്നതാണ് ഞാനിവിടെ കൃത്യമായി മനസ്സിലാക്കുന്നത്. പിന്നെ ശ്രീരാമൻ ഹൃദയത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ, അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അസഹിഷ്ണുത ഉണ്ടാകേണ്ട ആവശ്യമില്ല. അസഹിഷ്ണുത ഉണ്ടാകുന്നവരുടെ മനസ്സിൽ ശ്രീരാമൻ ഉണ്ടോ എന്നവർ പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും. ശരി. Meet the editors.